എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. പരീക്ഷാ ചൂട് വന്നിരിക്കുകയാണ് അല്ലേ? ഈ വേനൽ ചൂടിൻ്റെ ഇടയിൽ തന്നെ പരീക്ഷാ ചൂടിലാണ് എല്ലാ കുട്ടികളും. അതിൽ തന്നെ 10ാം ക്ലാസ്സിലെ കുട്ടികൾ പൊതുവായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നമാണ് 10ാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ പത്രനീതി എന്ന് പറയുന്ന ഭാഗം. അത് വളരെയധികം ഒരു വിഷമം കണ്ടെത്തുന്ന അല്ലെങ്കിൽ ഭയങ്കര അധികം അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു പാഠമാണ്. പത്രനീതി അത്ര പേടിക്കേണ്ടതായിട്ടുണ്ടോ? ഇല്ല, അത് ഞാൻ പരിഹരിച്ചു തരാം. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന പാഠം സുകുമാർ അഴീക്കോടിൻ്റെ പത്രനീതി. കൂട്ടുകാർ നല്ല പോലെ വായിച്ച് ബുദ്ധിമുട്ടിയ ഒരു പാഠമായിരിക്കും അല്ലേ? ആരുടെയാണ്? സുകുമാർ അഴീക്കോടിൻ്റെ പത്രനീതി എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് വളരെ ലളിതമായിട്ട് നോക്കാൻ പോകുന്നത്. എന്താണ് പത്രം അല്ലെങ്കിൽ പത്രങ്ങളുടെ ധർമ്മം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് അവതരിപ്പിക്കുകയാണ് സുകുമാർ അഴീക്കോട് ചെയ്യുന്നത്. ഈ പാഠഭാഗത്തിനെ എങ്ങനെ നമുക്ക് ലളിതമായിട്ട് മനസ്സിലാക്കാം, അല്ലെങ്കിൽ നമുക്ക് പരീക്ഷാ സമയത്ത് ഈ പാഠഭാഗം വരുമ്പോൾ അതിനെ എങ്ങനെയൊക്കെ സമീപിക്കാം എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ആദ്യമായി തന്നെ സുകുമാർ അഴീക്കോട് പാഠഭാഗത്തെക്കുറിച്ച് തുടക്കം തന്നെ പറയുന്നത് പത്രങ്ങൾ എന്താണ് അല്ലെങ്കിൽ പത്രത്തിന്റെ ധർമ്മം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് തുടങ്ങുന്നത്. പത്രങ്ങൾ എന്ന് പറയുന്നത് എന്തിനാണ്? നമുക്ക് വാർത്തകൾ എത്തിച്ചു തരാനും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലുള്ള വാർത്തകൾ എല്ലാവരിലേക്കും പകർന്നു കൊടുക്കാനും നമ്മുടേതായിട്ടുള്ള വിശേഷങ്ങൾ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള അറിവുകൾ അല്ലെങ്കിൽ നമ്മുടെ വാർത്തകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ഇതാണ് പത്രങ്ങളുടെ ധർമ്മം. ഇത് തന്നെയല്ലേ നമ്മളും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം. അതുപോലെ തന്നെയാണ് പത്രനീതി എന്ന് പറയുന്ന പാഠഭാഗത്തിലും അദ്ദേഹം ആമുഖമായിട്ട് പറയുന്നത്. ഇതിനകത്ത് പിന്നീട് പറയുന്നത് മറ്റുള്ളവർ എങ്ങനെയാണ് അല്ലെങ്കിൽ കുറച്ച് പ്രശസ്തരായിട്ടുള്ള ആൾക്കാർ ഈ പത്രത്തെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. ഈ പാഠഭാഗം പഠിക്കുമ്പോൾ തന്നെ നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യമാണ് സാമൂഹിക മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയാസ്. ഏതൊക്കെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയാസ്? ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. ഇതൊന്നും നിങ്ങൾക്ക് അറിയാത്തൊന്നുമല്ലല്ലോ, കൂട്ടുകാരെല്ലാവരും ഉപയോഗിക്കുന്നതല്ലേ. അപ്പോൾ ഈ പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ ഇന്ന് നമുക്ക് വളരെയധികം എല്ലാവർക്കും എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അല്ലേ? അപ്പോൾ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ എങ്ങനെയാണ് പത്രത്തേക്കാൾ കൂടുതൽ സ്വാധീനം പിടിച്ചു പറ്റിയത് എന്നുള്ളതും കൂടി നമ്മളൊന്ന് ഇതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ടിയിരിക്കുന്നു അല്ലേ? എന്തുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയാസ് എന്ന് ഭയങ്കര ഹിറ്റായി മാറിയത്? മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾക്ക് ഈ ചുറ്റുവട്ടത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ലൈവായി ചെയ്യാം അല്ലേ? നമ്മൾക്ക് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ ഫോട്ടോ സഹിതം അല്ലെങ്കിൽ വീഡിയോ സഹിതം ഞാനിത് ഇന്ന സ്ഥലത്ത് നിൽക്കുകയാണ്, ഇവിടെ ഇന്ന കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് തെളിവ് സഹിതം അപ്പോൾ പോസ്റ്റ് ചെയ്യാം അല്ലേ? പക്ഷെ പത്രങ്ങൾക്കാണെങ്കിൽ തലേന്ന് കഴിഞ്ഞ വിഷയങ്ങളെ, അതും ഏതാനും കുറച്ച് കാര്യങ്ങളെ അവരുടേതായിട്ടുള്ള ഒരു കൃത്യമായ ഘടനയോട് കൂടി വേണം പത്രങ്ങൾക്ക് അവതരിപ്പിക്കാൻ. പക്ഷേ ഇന്നത്തെ കാലത്ത് പത്രങ്ങൾ അവതരിപ്പിക്കുമ്പോൾ അതിന് കുറെ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടിയിരിക്കുന്നു. അതായത് പത്രങ്ങൾ ഇറക്കുമ്പോൾ നമ്മുടെ ഭരണാധികാരികൾക്ക് വേണ്ടി അല്ലെങ്കിൽ ആരാണോ നമ്മളെ ഭരിക്കുന്നത് അവരുടെ കൈപ്പിടിക്ക് ഒതുങ്ങുന്ന തരത്തിലാണ് ഇന്ന് പത്രങ്ങൾ വാർത്തകൾ അച്ചടിക്കുന്നത്. ഇത് തന്നെയാണ് സുകുമാർ അഴീക്കോട് ഈ പത്രനീതി എന്ന് പറയുന്ന പാഠഭാഗത്തിലൂടെ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നതും. അതായത് അധികാരികളുടെ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ അധികാരികളുടെ കൈകളിലാണ് എപ്പോഴും പത്രം നിലകൊള്ളുന്നത് എന്നുള്ളൊരു വാദഗതിയാണ് സുകുമാർ അഴീക്കോട് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പ്രധാനമായി പറയുന്നതും നമുക്കിവിടെ നോക്കാം. ഫ്രഞ്ച് ചക്രവർത്തിയായിരുന്ന നെപ്പോളിയൻ പറയുന്നുണ്ട് സ്വേച്ഛാധിപതികൾ എപ്പോഴും ഈ പത്രത്തെ ഭയക്കുന്നു എന്നുള്ള ഒരു ആശയം അതിനകത്ത് പറയുന്നുണ്ട് അല്ലേ? ഇത്തരത്തിൽ ഈ നെപ്പോളിയന്റെ ഒരു ആശയവും അത് തന്നെയാണ്. അദ്ദേഹം പറയുന്നു ബയനറ്റിനേക്കാൾ മൂർച്ചയാണ് പത്രങ്ങൾക്ക് എന്നുള്ളത്. സത്യമാണ്. കാരണം പത്രത്തിൽ വന്നുകൊണ്ടിരുന്ന ഓരോ വാർത്തകളും അത് കൃത്യമായി ജനങ്ങളിലേക്ക് സത്യസന്ധമായിട്ട് പകർന്നു കൊടുക്കുമ്പോൾ ഭരണാധികാരികളുടെ തെറ്റുകുറ്റങ്ങൾ പോലും അവർ കൃത്യമായിട്ട് അവതരിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് സ്വേച്ഛാധിപതികൾ പത്രത്തെ ഭയന്നിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. കൃത്യമായി പത്രങ്ങൾ അവരുടെ ഡ്യൂട്ടി ഇല്ലെങ്കിൽ അവരുടെ ധർമ്മം കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന സ്വേച്ഛാധിപതികളാണെങ്കിലും അല്ലെങ്കിൽ ജനങ്ങളാണെങ്കിലും ആരും തന്നെ പത്രത്തെ ഭയപ്പെടേണ്ടതില്ല. കാരണം തങ്ങളുടെ തെറ്റ് തിരിച്ചറിയാൻ പത്രങ്ങൾ അവർക്കൊരു മുതൽക്കൂട്ടാവുമ്പോൾ തെറ്റു ചെയ്യാൻ അവർ ഭയപ്പെടുന്നു അല്ലേ? ഇത് തന്നെയായിരുന്നു ജെഫേഴ്സണും പറഞ്ഞത്. ഭരണമില്ലാത്ത ഒരു കാലഘട്ടത്തേക്കാൾ അദ്ദേഹം ഇഷ്ടപ്പെടുന്നത് പത്രങ്ങളുള്ള ഒരു കാലഘട്ടത്തെയാണ്. കാരണം എന്താണ്? പത്രങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാ സത്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ പിന്നെ ഭരണാധികാരികളുടെ ആവശ്യമുണ്ടോ? ഇല്ല. കാരണം സത്യസന്ധമായിട്ടുള്ള ഒരു പ്രവർത്തനം എല്ലായിടത്തും നടക്കുന്നത് ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നമ്മളെ ഭരിക്കാനായിട്ട് ആരും ആവശ്യമില്ല എന്നുള്ളൊരു ആഗ്രഹത്തെയാണ് ജെഫേഴ്സൺ അവിടെ അവതരിപ്പിച്ചത്. പക്ഷേ ഒരു കാര്യം കൂടി നമ്മളവിടെ സൂക്ഷിക്കണം. ജെഫേഴ്സന്റെ ഈ അഭിപ്രായത്തിൽ പത്രങ്ങൾ അവരുടെ ധർമ്മങ്ങൾ മറന്നു തുടങ്ങി എന്നുള്ള സൂചനയാണ് ശരിക്കും അവിടെ പറയുന്നത്. ഈ പാഠഭാഗത്തിലെ മറ്റ് ഒരുവിധ സാമൂഹ്യ പ്രവർത്തകരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നു, അല്ലെങ്കിൽ നോവലിസ്റ്റ് ആണെങ്കിലും സാഹിത്യകാരന്മാരെല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് ഒറ്റ കാര്യം മാത്രമാണ്.
പത്രങ്ങൾ അവരുടെ കൃത്യമായ പ്രവൃത്തി നടപ്പിലാക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് സത്യസന്ധമായുള്ള വാർത്തകൾ മറ്റുള്ളവർക്ക് വേണ്ടി അവതരിപ്പിക്കേണ്ടുന്ന പത്രങ്ങൾ ഏതാനും ചിലർക്ക് വേണ്ടി, ചില സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നവർക്കോ അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളുള്ളവർക്കോ വേണ്ടി പത്രങ്ങൾ മാറുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ പാഠഭാഗം മുന്നോട്ട് വയ്ക്കുന്ന ആശയം. ഈ ബോധം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതോടൊപ്പം തന്നെ പ്രവർത്തകരിലേക്കും എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ പാഠഭാഗം കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അതാണ് ഏറ്റവും അവസാനത്തിൽ ഇംഗ്ലീഷ് നോവലിസ്റ്റ് ആയിട്ടുള്ള സാമുവൽ ബട്ട്ലർ പറയുന്നത്. പത്രങ്ങൾ ചെയ്യുന്ന സേവനം എന്ന് പറയുന്നത് ഇന്ന് ജനങ്ങളെ അവിശ്വസിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഒരു ഫലിതമായിട്ടുള്ള ഒരു ആശയമാണത്. ഇത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അവതരിപ്പിക്കാം. ജനങ്ങളെ ഈ വാർത്തകൾ വായിക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം, ഇത് കള്ളമാണ് അല്ലെങ്കിൽ ഈ പറയുന്നത് നുണയാണ്, എന്നാലും ഒരു രസമായിട്ട് നമുക്ക് വായിക്കാം എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ പത്രങ്ങളുടെ പ്രവർത്തനം. അപ്പോൾ പത്രങ്ങൾ ചെയ്യേണ്ടുന്നത് എന്താണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ പാഠഭാഗം പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഒരു ആശയം വെച്ച് തന്നെ നമുക്ക് അവതരിപ്പിക്കാവുന്നതാണ്. സോഷ്യൽ മീഡിയയ്ക്ക് എന്തുകൊണ്ട് ഇന്ന് ഹൈപ്പ് കിട്ടുന്നു, എന്തുകൊണ്ട് പത്രങ്ങൾക്ക് ഇന്ന് ഹൈപ്പ് കിട്ടാതെ പോകുന്നു എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ആ ഒരു ആവിഷ്കാരം അത് നിങ്ങളുടേതായിട്ടുള്ള ഭാഷയെ അവതരിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ പത്രനീതി എന്ന് പറയുന്ന പാഠഭാഗം നിങ്ങളെ മുന്നിലേക്ക് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇന്ന് രാത്രി കൃത്യം 7:30 നമ്മുടെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ എല്ലാ പാഠങ്ങളും നമുക്കൊന്ന് വിശദമായിട്ട് ചർച്ച ചെയ്യണ്ടേ? അപ്പോ അതിനെല്ലാ കൂട്ടുകാരും ഇന്ന് കൃത്യം 7:30 ലൈവിൽ എത്തിച്ചേരണം. ഞാനുണ്ടാവും നിങ്ങളുടെ കൂടെ. വരില്ലേ?